വലൈക്കും അസ്സലാം. കണ്ടിട്ട്. അതെ അതെ അതെ. ഞാനിപ്പോൾ അരീക്കോട് പത്തനാപുരത്താണ് ഉള്ളത്. ഇവിടെ ബ്ലിസ് ഹൗസിലാണ്. പിന്നെ അത് മനാഫ് സാറാണ് എൻ്റെ കൂടെ ഉള്ളത്. പിന്നെ ഇദ്ദേഹം നിരവധി വർഷം ഹജ്ജ് ട്രെയിനർ, ഹജ്ജ് വളണ്ടിയർ, ഹജ്ജ് അസിസ്റ്റൻ്റ് എന്നീ മേഖലയിൽ പിന്നെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഹജ്ജിനെ സംബന്ധിച്ച് എന്ത് കാര്യങ്ങളും മൂപ്പരോട് ചോദിച്ചാൽ അറിയാം. ഇപ്പോൾ കൂടാതെ ഓൾ ഇന്ത്യ ഹാജി ഹെൽപ്പിംഗ് ഹാൻഡ്സിൻ്റെ ചീഫ് ട്രെയിനർ കൂടിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സാങ്കേതിക കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അല്ലേ. അപ്പം ഇപ്രാവശ്യം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഹജ്ജിൻ്റെ കാര്യങ്ങൾ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട് അല്ലേ പൊതുവെ. പിന്നെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിലും എല്ലാം നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പിന്നെ വെയിറ്റ് ലിസ്റ്റിന് ഇപ്പോൾ ഏകദേശം ഒരു 3000 ചില ആളുകളപ്പം വെയിറ്റ് ലിസ്റ്റ് എടുത്തു അല്ലേ. ഇനിയിപ്പോൾ ഒരു വെയിറ്റ് ലിസ്റ്റ് നാളെ എടുക്കാനുള്ള ഒരു സാധ്യത ഉണ്ടോ? ഇനി ഈ വർഷം അതിൻ്റെ സാധ്യത കാണുന്നില്ല. കാരണം ഈ വർഷം പിന്നെ നേരത്തെ തന്നെ ഇവർ സൗദി അറേബ്യ അവരുടെ പോർട്ടൽ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ 18-ാം തീയതിയോട് കൂടി അത് ക്ലോസ് ചെയ്യും. അപ്പോൾ പിന്നീട് വിസ ഇഷ്യൂ ചെയ്യില്ല എന്നുള്ള ഒരു പിന്നെ വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഇനി വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് ആളെടുത്താൽ പോലും അവർക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പിന്നെ ഫ്ലൈറ്റിൻ്റെ ഷെഡ്യൂളും ഒക്കെ തീരുമാനമായി. അതെ 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 അതെ. അല്ല, ഫ്ലൈറ്റ് ഷെഡ്യൂൾ തീരുമാനമായാലും മുൻ വർഷങ്ങളിലൊക്കെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും ഈ പിന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് റിലീസ് ഉണ്ടായിരുന്നു. ഒരു 4 ദിവസം മുമ്പ് വരെ. അതെ അതെ അതെ. പക്ഷേ ഈ വർഷം അങ്ങനെ ഒരു സാധ്യത കാണുന്നില്ല. അതായത് നമ്മളിപ്പം ഹറമിൽ ഹജ്ജ് തുടങ്ങുന്നതിൻ്റെ ഒരു 4 ദിവസം മുമ്പ് വരെ ആളുകൾ വന്നിരുന്നു. അതെ 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 അതെ. ഇപ്രാവശ്യം അത് ഉണ്ടാവില്ല, ഉണ്ടാവാൻ സാധ്യത കാണുന്നില്ല. പിന്നെ അതുപോലെ ഇപ്പോൾ സ്വകാര്യ മേഖലയിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ആകെ ഇപ്പോൾ ഒരു 1.25 ലക്ഷം പിന്നെ ഹജ്ജ് കോട്ടയാണ് ഇന്ത്യയിലുള്ളത്. അതിൻ്റെ ഒരു 30% 52,000 പ്രൈവറ്റിലേക്ക് കിട്ടി എന്നാണ് നമ്മൾ പറഞ്ഞ് കേട്ടിരുന്നത്. പക്ഷെ അതിലിപ്പോഴും ആർക്കും ഒരു പിന്നെ അനുമതി കിട്ടിയതായിട്ട് കേൾക്കുന്നില്ല. അതെന്താ ഈ വർഷത്തെ വിഷയം വെച്ചാൽ ഇവർ പറയുന്നത് കൃത്യസമയത്ത് ഇവർ പണം അടച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് ആരുടെ ഭാഗത്താണ് അതിന്റെ തെറ്റ് എന്നുള്ളത് നമ്മൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. സ്വകാര്യ ഗ്രൂപ്പുകളുടെ റിപ്പോർട്ടൊക്കെ അനുസരിച്ച് അവർ ജനുവരി ഫെബ്രുവരിയിൽ തന്നെ പൈസ അടച്ചു എന്നാണ് അവരങ്ങനെ പറയുന്നു. പക്ഷേ ഗവൺമെൻറ് പിന്നെ ഭാഗത്ത് നിന്ന് പറയുന്നത് ഇവർ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ നിർവഹിച്ചില്ല, ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും പിന്നെ 52,000 സീറ്റുകളിൽ പിന്നെ ഇവർ പിന്നെ അനുമതി നിഷേധിച്ചു സൗദി അറേബ്യ. പിന്നീട് 10,000 സീറ്റുകൾ അവർ പിന്നെ അനുവദിച്ചു എന്നാണ്. ഓപ്പൺ ചെയ്തിട്ട് 10,000 പിന്നെ സീറ്റുകൾ അനുവദിച്ചു. ബാക്കിയുള്ള 42,000 ഇപ്പോഴും അനിശ്ചിതത്തിൽ നിൽക്കുകയാണ്. എന്താണ് ആവുക എന്നുള്ളത് അറിയില്ല. അല്ല, അപ്പോൾ ഈ 10,000 അനുവദിച്ചത് തന്നെ ഇപ്പോൾ ആളുകളിലേക്ക് എത്തിയോ? റിപ്പോർട്ട് എത്തിയോ? എത്തിയിട്ടുണ്ട്. അതെ. അപ്പോൾ അവർക്ക് അതിൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാം. ബാക്കിയുള്ളതിനിപ്പം സൗദി ഗവൺമെന്റിന്റെയും ഒക്കെ തീരുമാനം അനുസരിച്ച് മാത്രമേ പറയാൻ പറ്റൂ. കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്ന് വിചാരിക്കുക. കാരണം ഇത്രയും ആളുകൾ ഇതിനു വേണ്ടി ആഗ്രഹിച്ചതല്ലേ. അപ്പോൾ അവരുടെ ഒരു പ്രാർത്ഥനയും കൊണ്ട് കിട്ടുമായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാം. അവർക്കൊക്കെ അനുമതി കിട്ടാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഒന്ന് കിട്ടിയത്. അതുപോലെ ഇപ്പം പിന്നെ പൊതുവെ ഹജ്ജിന് പോകുമ്പോൾ സ്ത്രീകൾക്കൊക്കെ ഈ കൊണ്ടുപോകുന്ന സാധനങ്ങളെ പറ്റി കുറെ സംശയങ്ങളുണ്ടാവും. അതെല്ലാം കൊണ്ടുപോകാം. ഇപ്പം ഇതിപ്പോ എൻ്റെ കയ്യിലുള്ള ഹജ്ജ് ഗൈഡാണ്. ഇത് ഹജ്ജ് കമ്മിറ്റി തന്നെ തരുന്ന, പിന്നെ ഓഫീസിൽ വെച്ച് തരുന്ന. ഇതിൽ പറയുന്ന നിരോധിച്ച കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൽ ഇവർ പറയുന്നുണ്ട് എണ്ണകളൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അത് ശരിയായ അത് യഥാർത്ഥത്തിൽ പിന്നെ സൗദി അറേബ്യ നിരോധിച്ചതല്ല. അത് വിമാന കമ്പനിയാണ് നിരോധിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതായത് വിമാനത്തിൽ നമ്മൾ ലഗേജിൽ എണ്ണ ഇതാക്കി കഴിഞ്ഞാൽ, എണ്ണ അഥവാ പൊട്ടിക്കഴിഞ്ഞാൽ അവരെ ലഗേജ് പിന്നെ ആകെ താറുമാറായി പോകും. അതുപോലെ തന്നെ തൊട്ടടുത്ത ലഗേജുകളൊക്കെ കേടുവന്നു പോകും. അതുകൊണ്ടാണ് അത് നിരോധിച്ചത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അല്ലാതെ സൗദി അറേബ്യ നിരോധിച്ച ഒരു സാധനങ്ങളിൽ പെട്ട ഒന്നല്ല എണ്ണകൾ എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവരും പൊതുവെ ഹജ്ജിന് വരുന്നവരൊക്കെ എണ്ണ കൊണ്ടുപോകുന്നുണ്ട്. അതായത് വെളിച്ചെണ്ണയൊക്കെ നമ്മൾ നല്ലോണം ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയിട്ടൊക്കെ കൊണ്ടുപോകാറുണ്ട്. 2-3 പാക്കറ്റൊക്കെ ചെയ്തിട്ട് അവർ കൊണ്ടുപോകാറുണ്ട്. അതുപോലെ ഇതിൽ പറയുന്ന സംശയമുള്ള സാധനമാണ് പിന്നെ കസ്കസ്. അതെ, കസ്കസ് നമ്മളെ സംബന്ധിച്ച് അങ്ങനെ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അതെ. എന്നോട് പ്രത്യേകിച്ചൊരു ലേഡി വിളിച്ച് ചോദിച്ചു, അവര് ഇപ്പൊ ഈ ഹെൽത്തിന്റെ പ്രമേഹമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പലരും ആദ്യം മില്ലറ്റ്സ് കഴിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതില് ചിയാ സീഡ് ഉണ്ട്, ഏകദേശം കറുത്ത്. അപ്പൊ അത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നോട് സംശയം ചോദിച്ചു.
അപ്പോൾ അത് അങ്ങനത്തെ ഇനിയിപ്പോൾ എന്തായിരിക്കും? അത് കസ്കസ് യഥാർത്ഥത്തിൽ സൗദി അറേബ്യ നിരോധിച്ച ഒരു വസ്തുവാണ്. അത് പിന്നെ നമ്മൾ ഇവിടെ നമ്മളെ ബിരിയാണി ഉണ്ടാക്കുമ്പോഴൊക്കെ അതിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. മറ്റ് ചിലപ്പോൾ പിന്നെ വെള്ളം ഇതാക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ സൗദി അറേബ്യ നിരോധിച്ചതാണ്. അത് എന്താണ് നിരോധിക്കാനുള്ള കാരണം എന്നുള്ളത് അവർക്ക് തന്നെ അറിയുള്ളൂ. അത് ഇനി മയക്കുമരുന്നായിട്ട് കാണുന്നുണ്ടോ എന്താണെന്നല്ല അറിയില്ല. ഏതായാലും ഈ സാധനം നിരോധിച്ചതാണ്. അതുകൊണ്ട് അത് നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല. വേണ്ട അത്ര തന്നെ ഉള്ളൂ. അതിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മളിനിപ്പോൾ അവർ പിന്നെ അനുവദിച്ചിട്ടുള്ള സാധനങ്ങൾ തന്നെ നമ്മൾ കൊണ്ടുപോയിട്ട് അവർക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണ്, അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക തന്നെ വേണം. അതിൽ നമ്മൾക്ക് വേറെ കോംപ്രമൈസ് ഒന്നുമില്ല. ബാഗേജിലാണെങ്കിൽ അത് അവരായിട്ട് എടുത്ത് ഒഴിവാക്കുക, അല്ലെങ്കിൽ നമ്മളെ വിളിക്കും. എന്താ സാധനം എന്നുള്ളത് അവർക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ അത് പിന്നെ തുറന്ന് അത് പിന്നെ ഇതാക്കി കാണിച്ചു കൊടുക്കേണ്ടി കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പം അതിൽ പെട്ട ഒന്നാണ് നമ്മളെ കൂവപ്പൊടി എന്ന് പറയുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ വെള്ളപ്പൊടിയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഓരോ സാധനങ്ങളുണ്ട്. കൂവപ്പൊടി നിരോധിച്ചൊരു സാധനമല്ല, അതിന് മറ്റേ സാദൃശ്യമുള്ളതുകൊണ്ട്. പക്ഷെ അപ്പൊ അതിലൊരു സംശയം, ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ കൂവപ്പൊടി ആണെങ്കിൽ അത് അവരെ കണ്ട് ഓക്കെ ആണെങ്കിൽ കൊണ്ടുപോകാം. അതേ സമയത്ത് അത് ഒറിജിനൽ മയക്കുമരുന്ന് ആണെങ്കിലോ യാതൊരു രക്ഷയില്ല. നേരെ അല്ലല്ല, അവരെ നേരെ ജയിലിലേക്കാണ് കൊണ്ടുപോകുക. പിന്നെ വേറെ ഒന്നുമില്ല, അവർ പുറം ലോകം കാണൂല. സംശയമല്ല ഇല്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. അതുകൊണ്ടാണ് നമ്മൾ ലഗേജ് ഒക്കെ ആരെങ്കിലും പിന്നെ തരുന്ന സാധനങ്ങൾ ശരിക്ക് ഈ സാധനം എന്താണെന്നുള്ള വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. ഒരിക്കലും കൊണ്ടുപോകാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. നമ്മളിപ്പോൾ ഹജ്ജ് കമ്മിറ്റി മുഖേന പോകുമ്പം സൗദിയിൽ എത്തിക്കഴിഞ്ഞാൽ മുത്തവഫ് ആയിരിക്കുമല്ലോ നമ്മളെ കാര്യങ്ങൾ മെയിനായിട്ട്. അതെ. അപ്പോൾ നമ്മളെ ഈ മുത്തവഫിന്റെ സേവനം നമുക്ക് എവിടെ നിന്നാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മളെ പിന്നെ ഇറങ്ങുന്ന എയർപോർട്ട് മുതൽ നമ്മൾക്ക് മുത്തവഫിന്റെ സേവനം കിട്ടും. ഏത് എയർപോർട്ടിലാണോ ഇറങ്ങുന്നത്, ഇപ്പോൾ ജിദ്ദയിലാണ് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകൾ ഇറങ്ങുന്നത്, അവിടെ നിന്ന് തന്നെ മുത്തവഫിൻ്റെ ഏജൻറ്റുമാർ നമ്മളെ അടുത്തുണ്ടാകും. അവർ നമ്മളുടെ ലഗേജുകൾ മുഴുവനും കൊണ്ടുപോയിട്ട് ബസ്സിൽ കയറ്റുന്നു. അതുപോലെ തന്നെ ഈ ജിദ്ദയിൽ നിന്ന് നമ്മളെ താമസ സ്ഥലത്തേക്ക് അവർ കൊണ്ടുപോകുന്നു. അത് മുതലുള്ള എല്ലാ സേവനങ്ങളും നമ്മൾക്ക് കിട്ടുന്നത് മുത്തവഫാണ്. പിന്നെ ഇനി മക്കയിൽ നിന്ന് നമ്മൾക്ക് മിനായിലേക്കും, മിനായിൽ നിന്ന് അറഫയിൽ നിന്ന് മുസ്തലിഫ, തിരിച്ച് മിന, ഈ സ്ഥലങ്ങളിലേക്കൊക്കെയുള്ള യാത്രകൾ, മിനായിലെ തമ്പുകൾ, അറഫയിലെ തമ്പുകൾ, ഇനി മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്ര, ഇതെല്ലാം തന്നെ നമ്മൾ മുത്തവഫിൻ്റെ പിന്നെ നിയന്ത്രണത്തിലാണ് പോകുന്നത്. നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അവരുടെ ഏജൻറ്റ് എയർപോർട്ടിലുണ്ടാകും. അവർ നമ്മളെടുത്ത് നമ്മളുടെ പാസ്പോർട്ട് വാങ്ങും. പിന്നെ നമ്മൾക്ക് അതിന് പകരമായിട്ടുള്ള യാത്രാരേഖകൾ അവരുടെ ഓഫീസിൽ നിന്ന് ലഭിക്കും. പിന്നെ നമ്മൾ താമസ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾക്ക് ആദ്യത്തെ ഉംറ നിർവഹിക്കാൻ അതിനുള്ള സഹായത്തിന് അവരാരെങ്കിലും ഉണ്ടാവും. പിന്നെ നിരന്തരമായിട്ടുള്ളൊരു സഹായവും കാര്യങ്ങളൊന്നും നമ്മൾക്ക് അവരടുത്ത് നിന്ന് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾക്ക് അവരുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള സഹായം അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മളെടുത്തുണ്ടാവും. അതെ, തിരിച്ച് നമ്മൾ പിന്നെ മദീനയിൽ നിന്നാണ് ഇപ്പോഴത്തെ ഒരു ഇതിൽ പോരുക. അപ്പോൾ ആ തിരിച്ച് നമ്മൾ പോരുന്ന സമയത്ത് നമ്മൾക്ക് പാസ്പോർട്ട് മുത്തവഫിൻ്റെ ഏജൻറ്റ് നമ്മളെ കയ്യിൽ തരും. അവിടെ നിന്ന് കയറ്റി വിടുന്നത് വരെയുള്ള സേവനങ്ങൾ അവരെടുത്ത് ചെയ്യും. അതിനായിട്ടുള്ള പൈസ നമ്മൾ അതൊക്കെ നമ്മൾ നേരത്തെ അടക്കുന്നുണ്ട്, എല്ലാം അടക്കുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷനും മിനായിലെ ടെൻറ്റിൻ്റെത് എല്ലാം പറഞ്ഞ സേവനത്തിൽ ഇപ്പം മിന, മുസ്തലിഫ, അതുപോലെ നമ്മൾ അസീസികൾ താമസിക്കുക, ഇതിലെവിടെയെങ്കിലും ഭക്ഷണം ഇവർ തരും എന്ന് പറയുന്നുണ്ടോ? ഇല്ല, ഇവർ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മിനായിലാണെങ്കിലും അറഫയിലാണെങ്കിലും ഒന്നും തന്നെ അവർ ഭക്ഷണം നമ്മൾക്ക് പിന്നെ ഇവർ ലഭ്യമാക്കുമെന്ന് പറയാൻ പറ്റില്ല. അതേസമയം ഇപ്പോൾ ഒക്കെ പിന്നെ അധിക മുത്തവഫുമാരും ചായ, അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ, സ്നാക്സ് ഇതൊക്കെ നൽകുന്നുണ്ട്. പക്ഷേ അത് അവർ നിർബന്ധമായിട്ടും നൽകണം എന്നുള്ള ഒരു കണ്ടീഷൻ ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഒട്ടുമിക്ക മുത്തവഫുമാരും നൽകും. നമ്മൾ ഒരു മുത്തവഫിൻ്റെ കീഴിൽ 5000 ഹാജിമാരാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പിന്നെ സാധാരണയായിട്ട് ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകൾ ഇപ്പോൾ 15000 ആളുകളുണ്ടെങ്കിൽ 3 മുത്തവഫിൻ്റെ കീഴിലായിരിക്കും. ചില മുത്തവഫുമാർ നല്ല മുത്തവഫുമാരുണ്ടാകും. അതായത് ഓരോരുത്തരെ പ്രകൃതി അനുസരിച്ചാണല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യും വെച്ചാൽ അവരുടെ ഹാജിമാർ, അവരുടെ കീഴിലുള്ള ഹാജിമാർക്ക് പരമാവധി സേവനം കൊടുക്കണം എന്നുള്ളൊരു ചിന്തയുള്ള അങ്ങനെയുള്ള ആളുകൾ പരമാവധി കൊടുക്കും.
അല്ലാത്ത ആളുകൾ അതിന് മിനിമം കൊടുക്കേണ്ട സംഗതികളെ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ചില ആളുകൾക്ക് നല്ല സേവനം കിട്ടും, അത് വിചാരിച്ചിട്ട് അത് മറ്റൊരു തരണം എന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ല. അവരാ മിനിമം സേവനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ കഴിഞ്ഞ വർഷം നമ്മൾ അറഫയിലൊക്കെ നല്ല ഭക്ഷണമായിരുന്നു. അതെ അതെ അതെ, നല്ല സൗകര്യം കാര്യങ്ങളും. അതെ അതെ, അത് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി ഇതിലില്ല. ഇല്ല 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 ഇല്ല. അസീസിയാന്ന് നമ്മളെ മിനയിലേക്ക് കൊണ്ടുപോകുന്നത് മുത്തവഫിന്റെ വണ്ടിയിലായിരിക്കും, അത് കുഴപ്പമുണ്ടാവില്ല. അതേ സമയത്ത് മിനയിൽ നിന്ന് നമ്മളെ അറഫയിലേക്ക്, അതുപോലെ അറഫയിൽ നിന്ന് മുസ്ദലിഫിലേക്ക് ഒക്കെ കൊണ്ടുപോകുന്നത് കഴിഞ്ഞ വർഷമൊക്കെ പല ആളുകൾ പറയുന്നുണ്ട്, ചില ആളുകൾക്ക് ബസ്സാണ് അനുവദിച്ചത്, ചില ആളുകൾക്ക് മെട്രോ ആണ്. പക്ഷേ എങ്കിൽ തന്നെ ഈ അനുവദിച്ച എല്ലാവർക്കും ഒന്നും ഈ വാഹന സൗകര്യം കിട്ടാത്തവരുണ്ട്. ഒരുപാട് ആളുകൾ കുറേ അധികം ദൂരം നടന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിൽ ഈ വണ്ടിയുടെ കാര്യത്തിൽ സത്യത്തിൽ ഗ്യാരണ്ടി ഉണ്ടോ? യഥാർത്ഥത്തിൽ പിന്നെ ഇവിടുന്ന് മിനയിൽ നിന്ന് അറഫയിലേക്കും, അറഫയിൽ നിന്ന് മുസ്ദലിഫയിൽ നിന്ന് മിന, ഈ യാത്രയൊക്കെ അതൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്വം മുത്തവഫിനാണ്. 2 രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് ബസ് മാർഗം കൊണ്ടുപോകാം, അല്ലെങ്കിൽ മെട്രോ. അത് തീരുമാനിക്കുന്നത് ഗവൺമെൻറ്റാണ്. ഇല്ലല്ലല്ല, അത് ഈ പിന്നെ ഇവർ ഏത് മുത്തവഫിൻ്റെ കീഴിലാണോ ഉള്ളത് ആ മുത്തവഫിന് മെട്രോ ട്രെയിൻ സൗകര്യം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹാജിമാരെ മെട്രോ ട്രെയിനിലാണ് കൊണ്ടുപോവുക. അനുവദിച്ചിട്ടില്ലെങ്കിൽ ബസ് മാർഗേ കൊണ്ടുപോവുള്ളൂ. എന്തായാലും ഇവരത് കൊണ്ടുപോയിരിക്കണം, അതാണ് കണ്ടീഷൻ. പക്ഷേ ഇതിലുള്ളൊരു വിഷയം വരുന്നത്, ലക്ഷക്കണക്കിന് ആളുകളെയാണ് ഒരേ സമയത്ത് നമ്മൾ ഈ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത്. അപ്പോൾ റോഡ് ബ്ലോക്ക്, വളരെ പിന്നെ വിശാലമായ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും റോഡ് ബ്ലോക്ക്, അങ്ങനെയുള്ള വിഷയങ്ങൾ, അല്ലെങ്കിൽ റൂട്ട് അറിയാത്ത ഡ്രൈവർമാർ, അപ്പോൾ അവരൊരു വഴിക്ക് പോയിട്ട് പിന്നെ തിരിച്ച് വന്ന് വീണ്ടും ഇവരെ തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ അതിലൊക്കെയുള്ള കാലതാമസം, ഇതൊക്കെ പലപ്പോഴും ആളുകൾക്ക്, ഈ ഹാജിമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അത് കാലാകാലങ്ങളായിട്ട് നടക്കുന്നൊരു സംഭവമാണ്. അത് ഇപ്പോഴും തുടരുന്നുണ്ട്. അത് എന്നിരുന്നാലും പരമാവധി ആളുകളെ ആ കൃത്യസമയത്ത് ബസ് മാർഗമോ അല്ലെങ്കിൽ ട്രെയിൻ മാർഗമോ അവിടെ എത്തിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പം കഴിഞ്ഞ വർഷം ആളുകൾ പറയുന്നുണ്ട് അറഫയിൽ മുസ്ദലിഫയിലേക്ക് ഇപ്പം നടന്നു. അതൊക്കെ ശരിയായിരിക്കാം. പിന്നെ പരമാവധി ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ പരമാവധി ബോധവാനാവുക. അതെ, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹജ്ജ് എന്ന് പറയുന്നത് കുറച്ച് ത്യാഗം നിറഞ്ഞൊരു യാത്ര തന്നെയാണ്. അത് ആദ്യമേ നമ്മൾ ഇതാകണം. കാരണം പിന്നെ എത്ര സൗകര്യങ്ങളാണ് അവിടെ, ഓരോ വർഷവും പോരായ്മകൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഓരോന്നിനും പോരായ്മകൾ വീണ്ടും ഉണ്ടാവും. അപ്പോൾ പോരായ്മകൾ ഉണ്ടാവുമെന്ന് ആദ്യമേ നമ്മൾ മനസ്സിൽ കണക്കാക്കിയിട്ട് കുറേ പിന്നെ സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് നടന്നു പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നടന്നു പോകാനൊക്കെ നമ്മൾ തയ്യാറായാൽ ഇതൊക്കെ വളരെ സ്മൂത്തായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതേസമയം നടന്നു പോകാൻ പറ്റാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്, അവരൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യും. അതിപ്പോൾ പിന്നെ നമ്മളെ ഗവൺമെന്റ് മുഖേന ഹജ്ജിന് പോകുന്നവർക്ക് ഇപ്പോൾ ഈ മിനയിലെ താമസ സൗകര്യം എന്ന് പറഞ്ഞാൽ സോൺ 1, 2, 3 ആയിരിക്കും. അതെ അതെ, അതൊക്കെ ഒരുവിധം വലിയ കുഴപ്പമില്ല. നമുക്ക് ഇപ്പം എങ്ങനെയായാലും അവിടെ നടന്ന് തന്നെ പോകാൻ പറ്റുള്ളൂ. അല്ലാതെ അപ്പം അതിൻ്റെ ഉള്ളിൽ വണ്ടികളുടെ സൗകര്യം ഉണ്ടാവില്ല. കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾ മിനയിൽ നിന്ന് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് അസീസിയയിലേക്ക് എത്താൻ വേണ്ടി വണ്ടി കിട്ടുന്ന കാര്യത്തിലൊക്കെ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ. 12 കഴിഞ്ഞ് നമ്മളെ കല്ലാറ് കഴിഞ്ഞിട്ട് പോകാനാ. 12ന്റെ അന്ന് തന്നെ ചിലപ്പോൾ ഇവർ വന്ന് തിരക്കും. അതിൽ പിന്നെ 2 ഓപ്ഷൻ ഉണ്ട്. അതായത് ഗവൺമെൻറ് തന്നെ ചിലപ്പോൾ പകുതി ഹാജിമാർ 12ന്റെ ഏറ് കഴിഞ്ഞിട്ട് പോകണമെന്ന് പറയും. ഗവൺമെൻറ് തന്നെ പറയാറുണ്ട് ചിലപ്പോൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും പോകേണ്ടി വരും. അതല്ല, മുത്തവഫാണ് പറയുന്നത് നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ അതിന് നമ്മൾ പോയിക്കൊള്ളണമെന്നില്ല. കാരണം മുത്തവഫ് ചിലപ്പം അങ്ങനെ പോകാൻ പറയാറുണ്ട്. അതെന്തിനാ വെച്ചാൽ അവരെ പണിയെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട്. അത് വിചാരിച്ച് നമ്മൾ പോയിക്കൊള്ളണമെന്നില്ല. നമ്മൾ പോകുന്നില്ല, നമ്മൾ 13ന്റെ കഴിഞ്ഞേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാവും. ഒരിക്കലും അവർ പോലും പറയും ചിലപ്പോൾ വെള്ളം മുടക്കുന്നോ അല്ലെങ്കിൽ കറണ്ട് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാലും അതൊന്നും അവർ ചെയ്യൂല. അതൊക്കെ ഇവരെ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. കഴിഞ്ഞ വർഷമൊക്കെ മിനയിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിപ്പം സത്യത്തിൽ കേരളക്കാരെ സംബന്ധിച്ച് അത്ര ഒരു ക്വാളിറ്റി ഉള്ള ഭക്ഷണം അതെന്താ വെച്ചാൽ നമ്മളെ ഫ്രണ്ട്ലി അല്ല. സന്നദ്ധ സംഘടനകൾ കുറേയൊക്കെ കൊടുക്കുന്നത് കൊണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പിന്നെ ബാക്കി പിന്നെ
എല്ലാം ഒരു തവക്കൽ. അതെ, അതിൽ വളരെ പ്രധാനമായിട്ട് ഈ ഹാജിമാരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മൾ ഇബാദത്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ പരമാവധി നമ്മൾ ഉള്ള സമയം ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കാതെ ഉള്ള ഭക്ഷണം, നമ്മളിപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന അവലോസ് പൊടി അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ അവിടുന്ന് അഥവാ ഇവർ കൊടുക്കുന്ന ഭക്ഷണം നമ്മൾക്ക് പറ്റുന്നതാണെങ്കിൽ അത് കഴിച്ചും കുറേ നമ്മൾ അതിനൊക്കെ സഹിച്ചുകൊണ്ട് നിൽക്കുക. മറ്റത് അവിടെ ഇപ്പോൾ പല മിനയിലാണെങ്കിലും അറഫയിലാണെങ്കിലും ഒക്കെ തന്നെ ഈ പിന്നെ ഫീസബീൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണങ്ങൾ കൊടുക്കാറുണ്ട്. പലപ്പോഴും നമ്മളെ വളരെയധികം വേദനാജനകമായിട്ടുള്ളൊരു കാഴ്ച കാണാറുണ്ട്. നമ്മളെ ഹാജിമാർ അതിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കും. എന്നിട്ട് അവരുടെ ഇബാദത്തിൻ്റെ സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ ഭക്ഷണം വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുന്നു. അതിന് ഒരു പരിധി നിശ്ചയിച്ചുകൊണ്ട്, ഒരു സമയം നിശ്ചയിച്ചുകൊണ്ട് പരമാവധി നമ്മൾ ഇബാദത്തിലേക്ക് മാറണം എന്നാണ് പറയാറുള്ളത്. മക്കത്തും മദീനത്തും ഇപ്പോൾ ഉള്ള താമസ സൗകര്യം ഒരു കവറിൽ ഇപ്പോൾ 5 ആൾ അപേക്ഷിച്ചാൽ അവർ എന്തായാലും ഒരു റൂം തന്നെ ആയിരിക്കില്ല അവർക്ക്. സാധാരണ ആൾക്ക് അങ്ങനെ തന്നെയാണ് കൊടുക്കാറുള്ളത്. ഒരു കവറിലുള്ള ആളുകളെ മുഴുവൻ വ്യത്യാസമൊന്നും ഇപ്പം ഇല്ലല്ലോ. ഇല്ല, നിലവിൽ ഇപ്പം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നേരത്തെ ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു സ്ത്രീകളും പുരുഷന്മാരും വേർതിരിക്കണമെന്നില്ല. പക്ഷേ അതിനെപ്പറ്റി ഒരു ധാരണ ഒന്നും ഇതുവരെ ഹജ്ജ് കമ്മിറ്റി അറിയിച്ചിട്ടില്ല എങ്ങനെയാണെന്നുള്ളത്. പിന്നെ പോകുന്നവർക്ക് വേണമെങ്കിൽ പരസ്പരം ഏതേ റൂം അങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള നിലക്ക്. അതെ. ഇപ്പോൾ 5 പേരുള്ള പിന്നെ 2 റൂമുകൾ, ഒരെണ്ണത്തിൽ 3 സ്ത്രീകൾ, ഒരെണ്ണത്തിൽ 2 പുരുഷന്മാർ. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഒരു റൂമിൽ മുഴുവൻ പുരുഷന്മാരും മറ്റേ സ്ത്രീകളൊക്കെ ആക്കി അവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ്. സാധാരണഗതിയിൽ ഇപ്പം 4 സ്ക്വയർ അല്ലേ ഒരാൾക്ക്. അതെ. അപ്പോൾ 2 ആൾ മാത്രം കൊടുത്ത ഒരാൾക്കാണെങ്കിൽ അവർക്ക് നിർബന്ധമായിട്ട് 2 ആൾക്കുള്ള റൂം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഇല്ല, അത് പറയാൻ പറ്റില്ല. അത് കിട്ടിയാൽ ഭാഗ്യം, അത്രേ ഉള്ളൂ. 3 ആൾക്ക് ഒരു പക്ഷേ കിട്ടിയേക്കാം. 2, 3, 4, 5 ഒക്കെ ഉണ്ട് റൂമുകൾ. അത്രയും കപ്പാസിറ്റി ഉള്ള റൂമുകളുണ്ട് അവിടെ. പക്ഷെ അത് നമ്മൾക്ക് ഏതാണ് അലോട്ട് ചെയ്യാന്നുള്ളത് പറയാൻ പറ്റില്ല. അതേസമയത്ത് 5 ആളുള്ളതിന് ഒരാളെ ഒഴിവാക്കിയിട്ട് 4 1 അത് സാധാരണ ചെയ്യാറില്ല. ഇല്ല, അത് അപൂർവമായിട്ടേ ഉണ്ടാകാറുള്ളൂ. ഒരു ഹാജി എന്ന് പറഞ്ഞാൽ പിന്നെ ഹജ്ജ് കമ്മിറ്റി തന്നെ പറയുന്നത് നമ്മളെ അനുഭവത്തിലും ഒരുപാട് നടക്കാനൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണമായിട്ട് മിനയെന്ന് കല്ലെറിയാൻ നടക്കേണ്ടി വരും. അതുപോലെ ഇപ്പോൾ നമ്മൾ തവാഫ് ചെയ്യുകയാണെങ്കിൽ തന്നെ നടക്കണം. പിന്നെ സയ്യിന്റെ സമയത്ത് അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ആരോഗ്യ സംബന്ധമായിട്ട് ഒരു ഹാജി ഒരു മുന്നിലൊരു കരുതേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നടക്കാൻ ശീലിക്കുക എന്നുള്ളത്. നമ്മളെല്ലാവരും നടക്കാൻ ആരും പിന്നെ അറിയാത്ത ആൾക്കാരല്ല. വണ്ടി തന്നെ അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ കുറഞ്ഞൊരു 1/2 കിലോമീറ്റർ പോലും നമ്മൾ നടക്കാറില്ല. അപ്പോൾ ഇത് ഹജ്ജ് എന്ന് പറയുന്നത് കുറേ സ്ഥലങ്ങൾ, ഇപ്പോൾ തവാഫ് ചെയ്യാന്ന് പറഞ്ഞാൽ 7 വട്ടം ചുറ്റണം. അതേപോലെ തന്നെ 7 വട്ടം സഫാ മർവക്കിടയിൽ നടക്കണം സൈ ചെയ്യണമെങ്കിൽ. അതിലിപ്പോൾ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തൊക്കെ കണ്ടീഷൻ അനുസരിച്ച് ഇഹ്റാം ഡ്രസ് ഇല്ലെങ്കിൽ മത്താഫിൽ ഇറങ്ങാൻ പറ്റൂല. അപ്പോൾ പള്ളിയുടെ ഉള്ളിലൂടെയാണ് തവാഫ് എങ്കിൽ കിലോമീറ്ററുകളോളം നടക്കേണ്ടി വരും. അതെ. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ മിനായിൽ നിന്ന് പിന്നെ നമ്മൾ കല്ലെറിയാൻ പോകുന്ന സ്ഥലത്തേക്ക് ബാക്കിയൊക്കെ നമ്മൾക്ക് സൗകര്യം കിട്ടിയെങ്കിൽ പോലും കല്ലെറിയാൻ നമ്മൾക്ക് നടന്ന് തന്നെ പോകണം. നടക്കേണ്ടി വരും. ഇനി അഥവാ നമ്മൾ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് വരാൻ നമ്മൾക്ക് ബസ് സൗകര്യം കിട്ടിയില്ല, നടക്കേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നടക്കാൻ ശീലിക്കുക തന്നെ വേണം. ഈ ശീലിക്കുക എന്ന് പറഞ്ഞാൽ കുറേശ്ശെ നമ്മൾ ഒരു ദിവസം ഒരു 10 മിനിറ്റ് നടക്കുക, പിന്നെ ഒരു 20 മിനിറ്റ് നടക്കുക, അങ്ങനെ ശീലിക്കേ നടന്ന് പഠിക്കുക തന്നെ വേണം. എന്നാലേ നമ്മൾക്ക് ശാരീരികമായിട്ട് അതിന് തയ്യാറാൻ പറ്റുള്ളൂ. മറ്റൊന്നാണ് ഇപ്പോഴത്തെ കാലാവസ്ഥക്കനുസരിച്ച് വെള്ളം കുടിക്കാൻ ശീലിക്കണം. വെള്ളം കുടിക്കുക, കാരണം നമ്മൾ വെള്ളം കുടിക്കാറുണ്ട്. പക്ഷേ 1 മണിക്കൂറിൽ 1 ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളൊരു ശീലാക്കണം. അത് നമ്മൾ ശീലാക്കിയിട്ടില്ല. നമ്മൾക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത് അപ്പോഴേ നമ്മൾ കുടിച്ചിട്ടുള്ളൂ. അങ്ങനെ നമ്മൾക്ക് ശീലമുള്ളൂ. പക്ഷേ ഇത് നമ്മൾ 1 മണിക്കൂറിൻ്റെ ഇടയ്ക്ക് 1 ഗ്ലാസ് വെള്ളം ഞാൻ കുടിച്ചിരിക്കും എന്നുള്ളത് നേരത്തെ തന്നെ ശീലാക്കണം. കാരണം നല്ല ചൂടാണ്, നല്ല ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലോണം വെള്ളം കുടിക്കുക, ഫ്രൂട്ട്സ് നല്ലോണം കഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശീലിക്കണം. അതായത് പൊരിച്ച സാധനങ്ങളൊക്കെ കുറച്ച് ഒഴിവാക്കുക. അല്ല, അതിപ്പോൾ നമ്മൾ ആരോഗ്യ കണ്ടീഷൻ അനുസരിച്ച് 25 കിലോ വെയിറ്റ് ഉള്ള ഒരാൾ 1 ലിറ്റർ വെള്ളം കുടിക്കണം എന്നാ പറയാം. അതെ. പക്ഷേ നമ്മൾ ആരും ചെയ്യാറില്ല, വെള്ളമായിട്ട് നമ്മൾ കുടിക്കാറില്ല. അതാണ് വേറെ ഇതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ് അവിടെ ഈ ക്ലോസറ്റിൻ്റെ കാര്യം. യൂറോപ്യൻ ക്ലോസറ്റാണ് ഒട്ടുമിക്ക ബിൽഡിങ്ങുകളിലും ഉണ്ടാകുക. ഒരിക്കലും നമ്മൾ അതിൽ കയറി ഇരുന്നുകൊണ്ട് കാര്യം നിർവഹിക്കരുത്. അത് ഉപയോഗിക്കാൻ ശീലിക്കുക തന്നെ വേണം നമ്മൾ. അതേപോലെ തന്നെ നമ്മൾ ലിഫ്റ്റ് ഉപയോഗിക്കാൻ ശീലിക്കുക. എല്ലാം
പിന്നെ 10 നില 12 നിലയുള്ള ബിൽഡിംഗ് ആയിരിക്കും. അപ്പോൾ ആ ലിഫ്റ്റിലേക്ക് എങ്ങനെയാണ് കയറുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ലിഫ്റ്റിൻ്റെ വാതിൽ തുറന്ന ഉടനെ തന്നെ നമ്മൾ അങ്ങനെ നോക്കുന്നത് അവിടെ ആ പ്ലാറ്റ്ഫോം ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് ഉള്ളിലേക്ക് കയറാൻ പാടുള്ളൂ. പലപ്പോഴും അത് അപകടം വരുത്താറുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ അതെ അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്, നമ്മൾ താമസിക്കുന്ന റൂമിൽ മക്കയിലെ നമ്മൾക്ക് കുക്കിങ്ങിന് പെർമിഷനുള്ളൂ. ഒരിക്കലും പിന്നെ ഈ റൂമിൽ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഇൻഡക്ഷൻ കുക്കർ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പോലും റൂമിൽ വെച്ചിട്ട് നമുക്ക് പാചകം ചെയ്യാൻ പാടില്ല. അതവിടെ അനുവദിക്കാത്തൊരു സംഗതിയാണ്. മംനുവാണ്, കുറ്റകരമാണ്. അപ്പോൾ അവർ പിടിച്ചു കഴിഞ്ഞാൽ അതിന് ശിക്ഷയുണ്ടാവും. പിന്നെ ഹജ്ജിൻ്റെ ഇപ്പോൾ ഈ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് അപ്പോൾ അങ്ങനെ ശരിക്കും ഹജ്ജിൻ്റെ അധികാരികൾക്ക് ആരെങ്കിലും ചെക്ക് ചെയ്യാൻ വരുമോ? അവർ ഹജ്ജിൻ്റെ അധികാരികൾ വരും. അതേപോലെ തന്നെ മുത്തവഫ് അല്ലാതെ മറ്റേ ഇതിൻ്റെ മുനിസിപ്പാലിറ്റിൻ്റെ ബലദിയൻ്റെ ആൾക്കാർ വരും. അവരൊക്കെ വരും. അവരൊക്കെ ഏത് സമയത്തും അവർക്ക് ചെക്ക് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഹെൽത്തിൻ്റെ ആളുകളൊക്കെ വരും. അതൊക്കെ അവർ നോക്കും. പിന്നെ ആരോഗ്യപരമായിട്ട് ഇപ്പോൾ ഇവിടുന്ന് പോകുന്ന ഒരു ഹാജിക്കുള്ള എല്ലാ സൗകര്യവും നമുക്ക് അവിടെ കിട്ടുമല്ലോ? അവിടെ എല്ലാം കിട്ടും. അതായത് നമ്മൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ചികിത്സിക്കാൻ ഇന്ത്യൻ ആശുപത്രികളുണ്ട്. ഹജ്ജ് മിഷൻ്റെ കീഴിൽ ബ്രാഞ്ച് ഡിസ്പെൻസറികളുണ്ട് നമ്മൾ താമസിക്കുന്നതോടെ തന്നെ. പിന്നെ അസീസിയയിലും മക്കയിലും പിന്നെ 50 ബെഡുള്ള കിടത്തി ചികിത്സിക്കുന്ന ആശുപത്രി ഉണ്ട്. ഈ മറ്റേ സൗദിയുടെ ഇഷ്ടം പോലെ ആശുപത്രികൾ, ഹൈടെക് ആശുപത്രികൾ അവിടെയുണ്ട്. പക്ഷേ ഇതിലൊക്കെ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ സൗജന്യമാണ്. ഒരു ഫീസും നമ്മൾ കൊടുക്കേണ്ടതില്ല. എല്ലാം മരുന്നും എല്ലാ ചികിത്സയും നമുക്ക് സൗജന്യമാണ്. അത് സൗദി ഹോസ്പിറ്റലിലാണെങ്കിലും ഇന്ത്യൻ ഹോസ്പിറ്റലിലാണെങ്കിലും. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫസ്റ്റ് ഫ്ലൈറ്റിന് പോയി, അയാൾക്ക് കുറച്ച് ലേറ്റായിട്ട് മടങ്ങി പോന്നാൽ മതി എന്ന് വിചാരിക്കുക. അതുപോലെ തിരിച്ച് വേറെ വിഷയം, ഇപ്പോൾ ഇവിടുന്ന് ലാസ്റ്റ് ഫ്ലൈറ്റിന് പോയ ആൾക്ക് എന്തെങ്കിലും അത്യാവശ്യം കുറച്ച് ഇങ്ങോട്ട് വരണം എന്ന് വിചാരിക്കുക. അപ്പോൾ അത് സാധിക്കുമോ? നിലവിലുള്ള കണ്ടീഷനിൽ അങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യാനും പ്രീപോൺ ചെയ്യാനും ഉള്ള അനുവാദമില്ല. നമ്മൾ ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് ഇവിടുന്ന് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പിന്നെ പോകുന്നതിനനുസരിച്ച് തന്നെയാണ് തിരിച്ചു പോരേണ്ടത്. എന്നാൽ ചില എമർജൻസി കേസിൽ ഒരാൾ ഹോസ്പിറ്റലൈസ് ചെയ്തു, അയാൾക്ക് അവിടുന്ന് പോരാൻ പറ്റില്ലല്ലോ, അപ്പോൾ പോസ്റ്റ്പോൺ ചെയ്യും. അതേസമയം പ്രീപോൺ ചെയ്യാൻ നമ്മൾക്ക് പ്രീപോൺ ചെയ്യാൻ പറ്റും. പ്രീപോൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വന്തം ടിക്കറ്റ് എടുത്താണ് പോകാൻ. നമ്മളെ ചിലവിൽ പോകാൻ നമ്മൾക്ക് റീഫണ്ട് കിട്ടൂല. അതാണ്. ഇപ്പോൾ ചിലപ്പോൾ വിദേശത്തെ ജോലിയുള്ള ആളുകൾ അവർ ചിലപ്പോൾ ലീവ് കുറവായിരിക്കും. അവർ ഡയറക്റ്റ് അവർക്ക് വേണമെങ്കിൽ അവിടുന്ന് പോകാം. അതായത് ഇപ്പോൾ ദുബായിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് നാട്ടിലേക്ക് വരാതെ തിരിച്ച് നേരെ ദുബായിലേക്ക് പോകാം. അവർ അവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്ത് ദുബായിലേക്കുള്ള ടിക്കറ്റ് എടുത്ത് അവരെ ഇതൊക്കെ അവിടുന്ന് വാങ്ങിയിട്ട് അവർക്ക് നേരിട്ട് പോകാം. അവിടുന്ന് പേപ്പറൊക്കെ കൊടുക്കും. ഓ അതെ. അല്ലാതെ അവർ നാട്ടിലേക്ക് വരുന്ന പൈസ തിരിച്ചു കിട്ടും? അല്ല, അത് കിട്ടും. ഈ പൈസ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതാണ് അതിൻ്റെ കണ്ടീഷൻ. പിന്നെ അതുപോലെ വേറെ നമുക്ക് ഹജ്ജ് വിമാനത്തിൽ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, സാധാരണ ഇപ്പോൾ നമ്മൾ എവിടെ പോവുകയാണെങ്കിലും നമ്മൾ ബോർഡിംഗ് പാസിലുണ്ടാവും നമ്മൾ 13A അല്ലെങ്കിൽ 22B എന്നൊക്കെ അല്ലെങ്കിൽ വിൻഡോ എഴുതും. പക്ഷേ നമ്മൾ വിമാനത്തിൻ്റെ ഉള്ളിൽ കയറി നോക്കുമ്പോൾ അങ്ങനെ ഒരു സൗകര്യം ഈ ഹജ്ജ് വിമാനത്തിലില്ല. കാരണം അവർ വരുന്നവർ അവിടെ ഇരിക്കും, മുന്നിലിരിക്കും, പിന്നിലിരിക്കും. അപ്പോൾ അത് അങ്ങനെയാണോ ശരിക്കും? അത് പിന്നെ ചാർട്ടേഡ് ഫ്ലൈറ്റ് ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്യുന്നത്. കാരണം ഇത് നേരത്തെ ബുക്ക് ചെയ്യുന്നതല്ലല്ലോ. നേരത്തെ ഒരു ബുക്കിംഗ് നടത്തിയിട്ടുള്ള ബോർഡിംഗ് പാസോ ഒന്നും അല്ലല്ലോ ചെയ്യുന്നത്. ഇത് ഒന്നിച്ച് ബോർഡിംഗ് പാസിൽ സീറ്റ് നമ്പർ ഉണ്ട്. പക്ഷേ ഇരുത്തുന്ന അങ്ങനെയല്ല. അതിൻ്റെ ഒരു വിഷയം എന്താ വെച്ചാൽ അങ്ങനെ ഇരുത്തുമ്പോൾ ഇവർ ആദ്യമായിട്ടായിരിക്കും വിമാനയാത്ര ചെയ്യുന്നത്. സാധാരണ ബസ്സിൽ കയറുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെയും എന്നുള്ളൊരു ധാരണ. പിന്നെ അതൊക്കെ തിരുത്തിയിട്ട് ഇവരങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ഒരു പ്രയാസമുള്ളൊരു ആയിരിക്കാം. അങ്ങനെ നമുക്ക് ഫീൽ ചെയ്ത് എന്താ വെച്ചാൽ ഇപ്പം ഒരു ഭാര്യയും ഭർത്താവും കയറിയ പിന്നെ 2 സീറ്റിൽ വിൻഡോ സീറ്റിൽ ആദ്യം അവർ കയറി ഇരുന്നുണ്ടാവും. പിന്നെ അതിൽ രണ്ടാമത് ഇരിക്കേണ്ട ഒരു ഭാര്യയും ഭർത്താവും കാണാൻ ചിലപ്പോൾ ഇവിടെ ഒരു പെണ്ണും ആണ് ഇപ്പുറത്ത് ഇരിക്കേണ്ടി വരും. അതെ, അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ കണ്ടൊരു അവസ്ഥ, ആദ്യം ഭർത്താവ് കയറിയിട്ട് അയാൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഒരു സീറ്റിൽ അയാൾ ഇരിക്കുന്നു. പിന്നെ വളരെ പിന്നിൽ വരുന്ന ഭാര്യനെ ഒക്കെ വേണ്ടിയിട്ട് ഒരു സീറ്റ് റിസർവ് ചെയ്ത് വെക്കും. നമ്മൾ ബസ്സിൽ സീറ്റ് റിസർവ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ തിരുത്തിയിട്ട് വരിക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇവിടുന്ന് തന്നെ ബോധവൽക്കരിച്ചിട്ട് പോകേണ്ട ഒരു സംഗതിയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ സീറ്റ് ഇതാണ്, ഞാൻ ഫസ്റ്റ് കയറുമ്പോൾ ആ സീറ്റിൽ തന്നെ പോയിരുന്നാൽ അതെ. നമ്മളൊക്കെ ക്ലാസ്സുകളിൽ പലപ്പോഴും പറയുന്നതാണ്, ഹാജിമാർ
ഹാജിമാരാണ് എന്നുള്ളൊരു ബോധത്തോടു കൂടിയായിരിക്കണം കയറേണ്ടത് എന്ന് പറയും. എപ്പോഴും ഒരു അതബില് നിൽക്കണം ഇവര് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം എന്നുള്ളത്. എന്തായാലും വിമാനം നിന്ന് അവരാ പ്രോട്ടോക്കോൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഡോറ് തുറക്കുള്ളൂ. ഇവർ എത്ര നേരം നിന്ന് കഴിഞ്ഞാലും അവിടുന്ന് പോകാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. നേരിട്ട് ഹജ്ജ് കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട അല്ലാത്തൊരു വിഷയമാണ് ചോദിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ ഓൾ ഇന്ത്യ ഹാജീസ് ഹെൽപ്പിംഗ് ഹാൻഡ്സിൻ്റെ ഒരു ചീഫ് ട്രെയിനറാണ്. അതെ. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഹാജിമാർക്ക് എന്തെല്ലാം ചെയ്തു കൊടുക്കുന്നത്, എന്തൊക്കെ സേവനങ്ങളാണ് നിങ്ങളടുത്ത് നിന്ന് കിട്ടുക? നമ്മൾ പിന്നെ ഹജ്ജിന് പുറപ്പെടുന്ന അല്ലെങ്കിൽ ഹജ്ജിന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അവരെ അപേക്ഷാ സമർപ്പണം മുതൽ അവർ യാത്ര പുറപ്പെട്ട് അവിടെ എത്തി തിരിച്ചു വരുന്നത് വരെയുള്ള കാര്യങ്ങളിൽ അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങൾ യാത്രയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെ ഓരോ പിന്നെ ശാരീരികമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഇതിന് നമ്മൾ പിന്നെ ബേസ് ചെയ്യുന്നത് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി, അതുപോലെ തന്നെ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം, അതുപോലെയുള്ള ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ കാലാകാലങ്ങളിൽ പുറത്തിറക്കുന്ന ഗൈഡ് ലൈനുകളുണ്ട്. ഈ ഗൈഡ് ലൈനുകളും സർക്കുലറുകളിലും പറയുന്ന കാര്യങ്ങൾ, പിന്നെ നമ്മളൊക്കെ ഈ രംഗത്ത് കുറേയധികം വർഷങ്ങൾ പ്രവർത്തിച്ച ഒരാളാണ്, നമ്മളെ അനുഭവ സമ്പത്ത്, ഇതിൻ്റെ ബേസിലാണ് ഇവർക്ക് നമ്മൾ വിവരങ്ങൾ കൊടുക്കുന്നത്. ഈ വർഷമാണ് ഈ ഹാജീസ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്ന സംഘടന നമ്മൾ രൂപീകരിച്ചത്. കാരണം നിരന്തരമായിട്ട് ആളുകളുടെ അടുത്ത് നിന്ന് നമ്മളോട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു സംഘടനാ സംവിധാനം ഉണ്ടാക്കല്ലേ എന്നുള്ളത് ആലോചിക്കുകയും അങ്ങനെ രൂപീകരിച്ച് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ വിവിധ സ്ഥലങ്ങളിൽ മണ്ഡലാടിസ്ഥാനത്തിലൊക്കെ തന്നെയും നമ്മൾ ഈ സാങ്കേതിക ക്ലാസ്സുകൾ 1ഉം 2ഉം ഘട്ട ക്ലാസ്സുകൾ നടത്തി. ഇനി ഇതിൻ്റെ ഒക്കെ പുറമെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനുള്ള സംവിധാനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഹാജിമാർക്ക് വളരെയധികം സഹായങ്ങൾ ആവശ്യമുണ്ട്. അവിടെ കുറേ സന്നദ്ധ സംഘടനകളുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട സന്നദ്ധ സംഘടനയാണ് KMCC എന്ന് പറയുന്നത്. അപ്പോൾ KMCCയുടെ ഒരു സഹകരണത്തോടു കൂടി അവരുമായിട്ട് യോജിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രവർത്തനം കൂടി നമ്മൾ പിന്നെ സംവിധാനം ചെയ്തിട്ടുണ്ട് ഈ വർഷം. അപ്പോൾ അത് ഹാജിമാർക്ക് ഇപ്പോൾ തന്നെ അവർക്ക് കൃത്യമായിട്ടത് ചെയ്യുന്നുണ്ട് KMCC. എന്നാലും നമ്മളെ ഒരു സപ്പോർട്ടോട് കൂടിയുള്ള ഒരു പ്രവർത്തനം കൂടി നമ്മൾ പിന്നെ സംവിധാനിച്ചിട്ടുണ്ട് ഈ വർഷം. ഇപ്പം നമ്മൾ പിന്നെ കഴിഞ്ഞ വർഷമൊക്കെ ഇപ്പം KMCC, വിക്കായ, നവോദയ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സംഘടന, ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് KMCC തന്നെയാണ്. അപ്പം ഇനിയിപ്പോൾ ഈ വർഷത്തിൽ നിങ്ങളുടെ ഇത് പറയുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാവുമോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും? ഡയറക്റ്റ് ആയിട്ട് തന്നെ. നമ്മളിപ്പോൾ അതിന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഫ്ലൈറ്റ് വൈസ് പിന്നെ ആളുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് 3 എംബാർക്കേഷൻ പോയിന്റിൽ നിന്ന് പുറപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. കോഴിക്കോടിൽ നിന്നൊരു ഗ്രൂപ്പ്, കണ്ണൂരിൽ നിന്നൊന്ന്, അതുപോലെ തന്നെ കൊച്ചിയിൽ നിന്ന്. അതിൽ പിന്നെ ചേരുന്ന ആളുകൾക്ക് ആ ഒരു പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പായിരിക്കും. അതിൽ KMCCയുടെ അവിടുത്തെ ഹെൽപ്പ് ലൈൻ ഉള്ള ആളുകളുടെ നമ്പറുകളും ഉണ്ടാവും. അവർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ആ ഗ്രൂപ്പിലൂടെ അത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ മോണിറ്റർ ചെയ്യുകയും ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ അവർ ചെയ്യുകയും ചെയ്യും. അതിനുവേണ്ടി ഇപ്പോൾ നമ്മളെ ഈ സംഘടനയിൽ തന്നെ മക്ക KMCCയുടെ സൗദി KMCCയുടെ പ്രസിഡൻ്റായിട്ടുള്ള കാക്കിയ കുഞ്ഞിമോനുണ്ട്, മുജീബ് പൂക്കോട്ടൂരുണ്ട്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെയും ഈ സംഘടനയിലുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അവർക്ക് എന്താണോ ഹാജിമാർക്ക് ആവശ്യമുള്ളത് അത് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുള്ളതാണ് പറഞ്ഞത്. എന്ത് സേവനമാണോ അവർക്ക് ആവശ്യമുള്ളത്, പ്രത്യേകിച്ചൊരു സംഗതി അവർ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ്. അതായത് ഇപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ഉംറയാണല്ലോ നിർബന്ധമായിട്ട്. അപ്പോൾ ഉംറക്ക് പിന്നെ പോകാൻ പറ്റാത്ത വീൽ ചെയർ ആവശ്യമുള്ള ആളുകളുണ്ടാവും. അവർക്ക് ഉംറ ചെയ്യാൻ ഞങ്ങൾ സഹായിക്കും. പക്ഷേ രണ്ടാമതൊരു ഉംറക്ക് സഹായിക്കണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പ്രായോഗികമല്ല എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ട്. അല്ലാതെ എന്താവശ്യം ഉണ്ടെങ്കിലും ഒരു രോഗിയായിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകാനോ ഇനി വേറെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ അവർ അതിൻ്റെ വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനും ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊക്കെ അവർ സഹായിക്കും.
എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഈ സേവനം കേരളത്തിൽ മാത്രമാണ് ഇവിടെ ഉള്ളത്, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ? ഇപ്പോൾ നമ്മൾ കേരള ബേസ് ചെയ്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളാണ് ഇതിൻ്റെ പ്രസിഡൻറ്റ്. ഈ ആൾ ഇന്ത്യ ഹാജീസ് ഹെൽപ്പിംഗ് ഹാൻഡ്സിൻ്റെ പ്രസിഡൻറ്റ് അദ്ദേഹമാണ്. മുജീബ് റഹ്മാൻ പുത്തലത്ത് ഇവരാണ് അതിൻ്റെ പിന്നെ ജനറൽ സെക്രട്ടറി. മുജീബ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ഈ രംഗത്ത് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പിന്നെ ഹജ്ജ് കമ്മിറ്റിയുടെ കോർഡിനേറ്റർ ആയിരുന്നു. അതുപോലെ തന്നെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ ഡെപ്യൂട്ടേഷനിസ്റ്റ് ആയിരുന്നു. അങ്ങനെ കുറേ വർഷങ്ങളായിട്ട് വളരെയധികം പരിചയവും കാര്യങ്ങളുള്ള വ്യക്തിയാണ്. കാക്കിയ കുഞ്ഞുമോൻ, KMCCയുടെ കാക്കിയ കുഞ്ഞുമോനാണ് ഇതിൻ്റെ ട്രഷറർ. അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ കൊണ്ടോട്ടി MLA ബഹുമാന്യനായ TV ഇബ്രാഹിം അവർകളാണ്. അങ്ങനെ കുറേ അധികം ഈ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അവരൊക്കെ തന്നെയാണ് ഇതിൻ്റെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നത്. പിന്നെ PS സലാം, മലപ്പുറത്തുള്ള PS സലാമാണ് ഇതിൻ്റെ ചീഫ് കോർഡിനേറ്റർ. അപ്പോൾ നമ്മൾ ഇപ്പം ഇതുവരെ സാങ്കേതികമായിട്ട് ഹാജിമാർക്ക് വളരെ ഉപകാരപ്പെടുന്ന, ഹാജിമാർക്കും ഇനിയിപ്പോൾ ഹജ്ജിന് പോകാൻ പിന്നീട് ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഉപകാരപ്രദമായ ഒരുപാട് വിവരങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു തന്നത്. അൽഹംദുലില്ലാഹ്. പിന്നെ അപ്പം വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഏതായാലും എല്ലാ ഹാജിമാർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്ത് ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം എന്താ വെച്ചാൽ ഹജ്ജിന് ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം, ജീവിതത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരാഗ്രഹമാണ്. അപ്പോൾ അതിനൊരു അവസരം കിട്ടിയിട്ട് അത് പൂർണ്ണമായിട്ടും മഖ്ബൂലും മബ്റൂറുമായിട്ട് നിർവഹിക്കുക, അതൊരു വല്ലാത്തൊരിതാണ്. പടച്ചോൻ തൗഫീക്ക് ചെയ്യട്ടെ. അതുപോലെ തന്നെ ഇപ്പം കുറേയധികം ആളുകൾ പ്രൈവറ്റ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഒരു പ്രയാസമുണ്ട്. അതും പടച്ചോൻ പിന്നെ പൂർത്തിയാക്കി കൊടുക്കട്ടെ, ആ പ്രയാസങ്ങൾ നീക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പിന്നെ ഹാജീസ് ഹെൽപ്പിംഗ് ഹാൻഡ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ രംഗത്ത് നിസ്വാർത്ഥമായിട്ട് സേവിക്കാൻ തയ്യാറുള്ള ആർക്കും ഇതിൽ അംഗാകാം, ആർക്കും അംഗാകാം. അതിന് വേറെ പ്രത്യേകിച്ച് കണ്ടീഷനൊന്നുമില്ല. അത് സാമ്പത്തിക പിന്നെ നേട്ടമല്ല ഉണ്ടാകുക, നഷ്ടം കോട്ടയം ഉണ്ടാവുള്ളൂ. അങ്ങോട്ട് ശരി, ഓക്കെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.